സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഫസ്റ്റ് റിപ്പോർട്ട് പുതിയൊരു ചാനലാണ്. എന്തായാലും കാണാനിടയായി. അതിൽ ഒരു പൊട്ടൻ ചോദിക്കുകയാണ്. ആരുടെ? ഹിന്ദു ഐക്യവേദിയുടെ സെക്രട്ടറി RV ബാബുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടത് വലത് പക്ഷ മുന്നണികൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്, മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. കാരണം ഹമാസിന് സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ്? അത് ഈ പൊട്ടന്മാർക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. കാരണം ഈ ഹമാസ് ചെയ്യുന്നത് എന്താണ്? 1948 വരെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമുഖത്തില്ലായിരുന്നു. നിങ്ങൾ ഗൂഗിളിൽ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ, വേൾഡ് മാപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അങ്ങനെ ഒരു രാജ്യം ഇല്ലായിരുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമില്ല, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രാജ്യം എന്നില്ലാതായി 48 ഇംഗ്ലീഷുകാർ കൊണ്ടുവന്ന് അവർക്ക് കിടക്കാൻ ഇടമില്ല. ലോകത്ത് മൊത്തം പീഡിപ്പിക്കപ്പെട്ടു. ഹിറ്റ്ലർ ആയിരുന്നാലും ബാക്കിയുള്ള ക്രിസ്ത്യാനികൾ തന്നെയാണ് അവർ കൂട്ടക്കൊല ചെയ്തു. ഒരുപാട് പേരെ കൂട്ടക്കൊല ചെയ്തു. അപ്പോൾ അവർക്ക് വീടും കൂടും സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തു മുസ്ലിങ്ങൾ. അതിന് അവർ പ്രതിഫലമായി കൊടുത്തത് ആ രാജ്യത്തെ വെട്ടിപ്പിടിച്ചു, ആയുധം കൊണ്ടും അല്ലാതെ കീഴടക്കി അവിടെയുള്ള കുട്ടികളെ സ്ത്രീകളെ കൊന്നുകൂട്ടി. അപ്പോൾ ഇതാണ് മുസ്ലിങ്ങളോട് അവർ ചെയ്ത് കൊടുത്ത പ്രതിഫലം. അതാണ് മുസ്ലിങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം ഇതാണ്. അപ്പോൾ ഇത് ഈ പൊട്ടന്മാർക്ക് അറിഞ്ഞിടാത്തണ്ട. അപ്പോൾ അറിയാം, എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയണം. പിന്നെ ഹമാസ് ചെയ്യുന്നത് എന്താണ്? അവരുടെ രാജ്യത്തിന് വേണ്ടി, അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹമാസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി. അത് അവർക്ക് ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പോരാടുകയാണ്. അവരെ നിങ്ങളിപ്പോൾ ഭീകരന്മാരാണെന്നാ അല്ലെങ്കിൽ നിങ്ങൾ തീവ്രവാദികളാണെന്നാ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കില്ല. കാരണം നിങ്ങൾ പൊട്ടന്മാരാണ്. നിങ്ങൾ ഈ അമേദ്യം ഭക്ഷിച്ച് മൂത്രം കുടിച്ച് കിടക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ശക്തിയില്ല. നിങ്ങൾക്ക് മനുഷ്യത്വം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയി. അപ്പം നിങ്ങൾ ഇതാണല്ലോ ഇവിടെ കാണിക്കുന്നത്. ഇന്ത്യക്കകത്ത് ഇപ്പോൾ കേരളത്തിൽ മതഭീകരത ഉണ്ടാക്കുക, വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുക, ഇന്ത്യയിൽ മൊത്തം വിപ്ലവം ഉണ്ടാക്കുക, അക്രമം ഉണ്ടാക്കുക, മുസ്ലിങ്ങളെ ചുട്ടുകൊല്ലുക, ഗർഭിണികളെ തൃശൂലം വെച്ച് കുത്തി കുട്ടികളെ പുറത്തെടുത്തുക, അതിനെ ചുട്ടുകൊല്ലുക, ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ പൂർണ്ണ നഗരാക്കുക, ഒരു കൂട്ടം ജനങ്ങളായിട്ട് RSSകാരെല്ലാം കൂടെ ബാക്കിൽ പോവുക, അവരെ ബലാത്സംഗം ചെയ്യുക, ആ ജനക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് ബലാത്സംഗം ചെയ്യുക, എന്നിട്ട് ചുട്ടുകൊല്ലുക. അപ്പോൾ സാക്ഷിയില്ല, ഒന്നുമില്ല. ഓസ്ട്രേലിയ മിഷണറിയെയും 2 കുട്ടികളെയും അതേപോലെ ചുട്ടുകൊന്നു, ജീപ്പിലിട്ട് ചുട്ടുകൊന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങളും ഇസ്രയേലികൾ, അതായത് സംഘപരിവാറുകാരും യഹൂദന്മാരും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. പക്ഷേ സംഘപരിവാറുകാർക്ക് അറിഞ്ഞുകൂടാ ഇസ്രയേലികൾ ആരാണെന്നുള്ളത്. അത് പിന്നീട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്തായാലും ശരി. കേരളത്തിലെ മദ്രസകളിൽ മതഭീകരവാദമാണ് പഠിപ്പിക്കുന്നത്. ഈ ബാബു എന്ന് പറയുന്ന പൊട്ടനായിരിക്കും. അവന് ബുദ്ധി വിവരം ഉണ്ടെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു മദ്രസയിൽ ഒരു ചാരനെ വിട്ടാൽ മതി. ഇപ്പൊ RSSകാരും അങ്ങനെ ഇതിലും ഒക്കെ ചേരുന്ന ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിം ചില നാമധാരികളുണ്ട്. അവന്മാർ ആരെങ്കിലും പറഞ്ഞു വിട്ടിട്ട് മദ്രസയിൽ പോയി നോക്കണം എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്. അവിടെ മതപഠനമാണ് നടത്തുന്നത്. മതപഠനം എന്ന് പറയുന്നത് മതം പഠിപ്പിക്കണം. മതം പഠിപ്പിച്ചാലേ സത്യവും ധർമ്മവും നീതിയും സ്നേഹവും മനുഷ്യ സ്നേഹവും കരുണയും അതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ് നിനക്കൊക്കെ വന്നിരുന്ന് ഈ ചാനലിൽ വന്നിരുന്ന് വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നത്. അത് പ്രചരിപ്പിച്ചെന്ന് വിചാരിച്ച് ഇന്ത്യയിലെ ഹിന്ദുക്കളെല്ലാം തീവ്രവാദികളാ? അല്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാ? ഇന്ത്യയിലെ ഹിന്ദുക്കളെല്ലാം അല്ല, ക്രിസ്ത്യാനികളെല്ലാം തീവ്രവാദി അല്ല. ഒരു വിഭാഗം കാണും. എന്തുകൊണ്ടുണ്ടാവുന്നു തീവ്രവാദം? എന്തുകൊണ്ടാണ്? അനാവശ്യമായ അക്രമവും അനീതിയും ഒരു സമൂഹത്തിനടുത്ത് കാണിക്കുമ്പോഴാണ് തീവ്രവാദം ഉണ്ടാവുന്നത്. ഇപ്പോൾ RSSകാരും സംഘപരിവാറുകാരും ചേർന്ന് യു പിയിൽ തീവ്രവാദം ഉണ്ടാവും. കാരണം അവിടെയുള്ള അവർക്ക് ഇഷ്ടപ്പെടാത്ത മുസ്ലിങ്ങളെ ആയിരുന്നാലും പാവപ്പെട്ട ദളിത് ഹിന്ദുക്കളെ ആയിരുന്നാലും ശരി, അവരുടെ വീടുകൾ ബുൾഡോസറിനെ ഇടിച്ചു നിരത്തുക, അവരെ പോലീസിൽ പിടിച്ചു കൊണ്ടുപോയി ജയിലിലിടുക, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് തീവ്രവാദം ഉണ്ടാവും. അതൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് RSSകാരും ഈ സംഘപരിവാറുകാരും ഇവിടെയുള്ള ജനങ്ങളെ നിങ്ങൾ ദേശസ്നേഹവും ബാക്കി ദേശദ്രോഹികളൊന്നും നിങ്ങൾ എങ്ങനെയാണെന്ന് പഠിപ്പിക്കേണ്ട. ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം ആരാണ് ദേശദ്രോഹി, ആരാണ് രാജ്യദ്രോഹി. RSSകാരും സംഘപരിവാറുകാരും. കാര്യം ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അധികാരം നിലനിർത്തണം. അധികാരത്തിന്റെ കസേരയിൽ നിങ്ങൾ ഇരുന്നു പോയി. അപ്പോൾ നിങ്ങൾക്ക് അത് നിലനിർത്താൻ വേണ്ടി ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക, ഇല്ലാത്ത വർഗീയത ഉണ്ടാക്കുക, വിദ്വേഷവും വെറുപ്പും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുക, മതസൗഹാർദ്ദം ഇല്ലാതാക്കുക.
അപ്പൊ നിങ്ങൾ വിചാരിച്ച് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അവസാനമായി കമ്മ്യൂണിസ്റ്റുകളെയും പിന്നെ വരുന്ന ദളിത് വർഗത്തിലുള്ള പാവപ്പെട്ടവരെയും നിങ്ങൾ കൊന്നുകൂട്ടാവുന്ന ഇല്ലായ്മ ചെയ്യാം. അതൊന്നും നടക്കുന്ന കേസല്ല. അതൊക്കെ നിങ്ങൾക്ക് ദിവാസ്വപ്നങ്ങൾ മാത്രമാണ്. നിങ്ങളില്ലാതാവുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. അതിന് നിങ്ങൾ കാത്തിരുന്ന് കാണുക. പിന്നെ പറഞ്ഞു വരുന്നത് എന്ന് പറയുന്നത്, ഹമാസ് എന്ന് പറയുന്ന സംഘടന അവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടുകയാണ്. അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവരുന്നവരാണ്. കാരണം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇംഗ്ലീഷുകാരൻ ഇവിടെ കച്ചവടത്തിന് വന്നു. ഇന്ത്യയിൽ കച്ചവടത്തിന് വന്നിട്ട് അവൻ ഇവിടെ തമ്മിലടിപ്പിച്ചു. ഡിവൈഡ് ആൻഡ് റൂൾ. അതായത് നിങ്ങൾ ഇപ്പൊ കാണിക്കുന്ന മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കുക, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കുക, എന്നിട്ട് അതിൽ നിന്ന് പിന്നെ കൊയ്തെടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് അധികാരം നിലനിർത്തുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്ന അതേ പരിപാടി നിങ്ങൾ കണ്ടുപിടിച്ച ഇംഗ്ലീഷുകാർ തന്നെയാണ്. അപ്പോൾ അവർ ചെയ്തതും ഇത് തന്നെയാണ്. ഇവിടെയുള്ള രാജാക്കന്മാരെ മറ്റവരെയും തമ്മിലടിപ്പിച്ച് അവർ ഭരണം പിടിച്ചെടുത്ത് ആ സമയത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മഹാത്മാഗാന്ധി ആയിരുന്നാലും ശരി, പിന്നെ ചാച്ചാ നെഹ്റു, ജവഹർലാൽ നെഹ്റു ആയിരുന്നാലും ശരി, അബ്ദുൽ കലാം ആസാദ് ആയിരുന്നാലും ശരി, സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നാലും ശരി, സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നാലും, സരോജിനി നായിഡു ആയിരുന്നാലും ശരി, അവരൊക്കെ അങ്ങനെ കുറേ സ്വാതന്ത്ര്യ സമര പോരാളികൾ ഈ രാജ്യത്തിനുണ്ടായിരുന്നു. അന്നൊക്കെ ഈ സംഘപരിവാർ എവിടെയാണ് പോയത്? ആലോചിക്കണം നമ്മള്. ഒരു പ്രാവശ്യം അകത്തായി, ഗവാക്കർ അകത്തായി, എന്നിട്ട് അവസാനം എന്താണ് ചെയ്ത? അവന്റെ ഇംഗ്ലീഷുകാരന്റെ ചെരുപ്പ് നക്കിയിട്ട് മാപ്പെഴുതി കൊടുത്ത് അവൻ പുറത്തു വന്നു. അവൻ പുറത്തു വന്നിട്ട് ഞാനിനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചാരനായി പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞാണ് എഴുതി കൊടുത്തത്. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും പിന്നെ ക്രിസ്ത്യാനികളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചോളാം എന്ന് എഴുതി കൊടുത്ത്, നിങ്ങൾക്ക് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് യാതൊരു വിഭാഗത്തു നിന്നുള്ള ശല്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്താളെന്ന് പറഞ്ഞ് മാപ്പെഴുതി കൊടുത്തു വന്നതാണ്. അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പറ്റി പറയാനോ അതിനെപ്പറ്റി വീമ്പിളക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് അറിഞ്ഞൂടാ. പലസ്തീനിൽ അവർ ചെയ്യുന്നത് ഇതാണ്. അവർ ചെയ്യുന്ന അവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടുകയാണ്. അതിനെ നിങ്ങൾ തീവ്രവാദി എന്നാ ഭീകരവാദി എന്നാ വിളിച്ചിട്ട് കാര്യമില്ല. കാരണം ഭീകരവാദവും തീവ്രവാദവും എന്ന് പറഞ്ഞാൽ യഹൂദന്മാരാണ്. അതായത് ഭീകരവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളെ വിഹുലരാക്കുക. ജനങ്ങളെ ഭയവിഹ്വലരാക്കുക. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഈ ടെററിസം എന്ന് പറയുന്നത് ഇത് ഗവൺമെന്റ് സ്പോൺസേഡ് ടെററിസമാണ് ഇസ്രായേലിൽ നടക്കുന്നത്. അവർ ചെയ്യാണ്. അവർ ജനങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കുകയാണ്. പട്ടാളത്തിനെ കൊണ്ട് പിന്നെ വെടിവെപ്പിക്കുക, വീടുകൾ അതിക്രമിച്ച് കയറുക, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, എന്നിട്ട് പറയണ പിന്നെ ഹമാസ് ബലാത്സംഗം. ഏതെങ്കിലും ഒരു ഹാമാസിന്റെ പ്രവർത്തകൻ, ഏതെങ്കിലും ഒരു ഹാമാസ് പിന്നെ ഈ ബലാത്സംഗം ഏതെങ്കിലും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ മുട്ടിലഴിഞ്ഞ് നടക്കാം. നിങ്ങൾക്ക് പറയാൻ കഴിയും? ഒരിക്കലും. നിങ്ങൾ തെളിവ് കൊണ്ടുപോവാ. അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന, അതായത് വെസ്റ്റേൺ മീഡിയ, അതായത് പാശ്ചാത്യ മീഡിയയും യഹൂദന്മാരുമാണ് ഈ ലോകത്ത് ഇല്ലാത്ത കഥകളും ഇല്ലാത്ത നുണകളും പഠിച്ചു. അത് ഇവിടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഈ പിന്നെ സംഘപരിവാറുകാരാണ് ഇല്ലാത്ത നുണകളും ഇല്ലാത്ത വാർത്തകളും അവർ സൃഷ്ടിച്ചു, അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിക്കും. എന്തായാലും ശരി, നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഹമാസ് എന്ന് പറയുന്ന സംഘടനയാണ്. അതായത് കേരളത്തിലുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ബാക്കിയുള്ള ജനങ്ങളിൽ 75% പേരും ഇസ്രായേലിനെ എന്തുകൊണ്ടാണ് ഭീകര രാഷ്ട്രമെന്നും പിന്നെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ്. അവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്നതാണ്. അത് ലോകത്ത് എവിടെയായിരുന്നാലും ശരി, അവരവരുടെ രാജ്യത്തിന് വേണ്ടി ജനങ്ങൾ പോരാടിയ അത് സ്വാതന്ത്ര്യ സമര പോരാളികളാണ്. അത് പിന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾ ഈ ചാണകവും മൂത്രവും കുടിച്ച് നടക്കുന്ന നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് അനാവശ്യമായ ചർച്ചകൾ വന്നിരുന്ന് ഈ ചാനലിൽ ഉണ്ടാക്കി ജനങ്ങളെ അങ്ങനെ പിന്നെ തെറ്റിച്ച് കളയാൻ നിങ്ങൾ കണക്കാക്കണ്ട. നിങ്ങൾ വിഡ്ഢികളാണ്, വിഡ്ഢി വേഷം കെട്ടി ഇരിക്കുന്നവരാണ്. അപ്പോൾ ജനങ്ങൾക്കറിയാം നിങ്ങൾ വിഡ്ഢിത്തം ആണ് വിളമ്പുന്നതെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഏതായാലും ശരി, നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുക. ഞങ്ങൾ സാധാരണക്കാരായ ഞങ്ങൾ കേരളത്തിലുള്ളവർ, കേരളത്തിന് ലോകത്ത് എവിടെ പോയാലും നിങ്ങളൊന്നും പുറത്തു പോയിട്ടില്ലാത്ത മനുഷ്യന്മാരാണ്. ഈ നാട്ടിൽ കിടന്ന് പശുവിന്റെ ചാണകം തന്നെ നോക്കില്ലല്ലോ പുറത്തു പോയാൽ. കാര്യം അമ്മമാരെ അടിച്ച് അപ്പോഴേ ചെവുകുറ്റി തെറിപ്പിക്കും. ഈ ചാണകം കേരളത്തിലുള്ളവർ ജനങ്ങൾ എന്ന് പറയുന്നത് വൃത്തിയുള്ളവരാണ്, എല്ലാ ദിവസവും കുളിക്കുന്നവരാണ്, 2 നേരം കുളിക്കുന്നവരാണ്, നല്ല ആഹാരം കഴിക്കുന്നതാണ്, നല്ല ഡ്രസ്സ് ചെയ്യുന്നവരാണ്, അവർ സംസ്കാര സമ്പന്നരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണെന്നാണ് ലോകത്തെല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെയൊക്കെ പരിഗണന പല സ്ഥലത്തു നിന്നും കിട്ടുന്നുമുണ്ട്. അപ്പം നിന്നെയൊക്കെ പോലുള്ള ചെറ്റകൾ വന്നിരുന്ന് ഈ പശുവിൻ്റെ ചാണാനും മൂത്രവും കുടിച്ചിട്ട് വന്നിരുന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിലുള്ളവർ അവരെ ആട്ടി പുറത്താക്കും. അതുകൊണ്ട് ഇതൊന്നും കൂടുതൽ വന്നിരുന്ന് ഈ പിന്നെ ചാനലിൽ വന്നിരുന്ന് ചർച്ച ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊക്കെ കഴിയുന്നത് മനുഷ്യരായിട്ട് ജീവിക്കുക. മനുഷ്യന്റെ കോലം ഉണ്ടല്ലോ, പട്ടിയുടെ സ്വഭാവം മൃഗത്തിന്റെ സ്വഭാവം ഒന്നും നിങ്ങൾ കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിന്റെ വില കളയരുത്. നമുക്ക്
പേരും പെരുമയും ഉണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക്. ചന്ദ്രനിൽ പോയാൽ അവിടെ കാണുമെന്നാണ് പറയുന്നത് കേരളത്തിലെ ആൾക്കാർ. അപ്പോൾ അത്രത്തോളം പേരും പെരുമയാണ് കേരളത്തിലുള്ളവർക്ക്. അതുകൊണ്ട് നമ്മുടെ വില കളയരുത്. കേരളത്തിന് അതിൻ്റെതായ ഒരു വിലയും നിലയും ഉണ്ട്. അത് നിങ്ങൾ കളയരുത്. ഈ വടക്കേ ഇന്ത്യൻ ഗോസ്വാമിമാരെ പോലെ ആകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.